കഴിഞ്ഞ മാസം 19-നായിരുന്നു വൃദ്ധ ദമ്പതികളുടെ മൃതദേഹം വീടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത വന്നത്. സംഭവത്തിൽ ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പ്രതികൾ മറ്റാരുമല്ല, സ്വന്തം മകനും മരുമകളും തന്നെ. കഴിഞ്ഞ മാസം 19-ന് ഭാവ്നഗർ ജില്ലയിലെ തലജ പട്ടണത്തിലാണ് വൃദ്ധ ദമ്പതികളുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തുന്നത്. 64-കാരനായ കിഷോർ വൈദ, 60-കാരിയായ ഭാര്യ രേഖ എന്നിവരുടെ മൃതദേഹമായിരുന്നു അത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഇതൊരു കൊലപാതകമാണെന്ന് പോലീസിന് വ്യക്തമായി. ഇരകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കത്തിക്കുകയായിരുന്നു എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊലപാതകത്തിൽ ഇപ്പോൾ സ്വന്തം മകൻ വിമലും ഭാര്യ ഹേതലും അറസ്റ്റിലായിരിക്കുകയാണ്. വൃദ്ധ ദമ്പതികളെ കൊന്നതിന് പിന്നിലെ ഉദ്ദേശം സ്വത്ത് തട്ടിയെടുക്കുക എന്നതായിരുന്നു. ഇതിനായി ഇവർക്കൊപ്പം മുനീർ ബ്ലോച്ച്, അമീർ പദാൻ എന്നീ 2 കരാർ തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഇതൊരു കൊലപാതകമാണെന്ന സംശയം ആദ്യം ഉന്നയിക്കുന്നത് വൃദ്ധ ദമ്പതികളുടെ മരണമറിഞ്ഞ് സൂറത്തിൽ നിന്ന് നാട്ടിലെത്തിയ മറ്റൊരു മകനായിരുന്നു. സഹോദരന്റെ കടബാധ്യതകളും സ്വത്തുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുമായുള്ള തർക്കവുമൊക്കെ പോലീസിനോട് വിശദീകരിച്ചതോടെയാണ് കൊലപാതകം എന്ന സംശയം ആദ്യം ഉയർന്നു വരുന്നത്. വർഷങ്ങളായി ആഭരണ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന കുടുംബമായിരുന്നു ഇവരുടേത്. സംഭവം നടക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഏപ്രിൽ രാത്രി 18-ന് വൈകിട്ടോടെ ഹേദൽ മുനീറിനെയും പത്താനെയും വീടിനുള്ളിലേക്ക് മകനും മരുമകളും ചേർന്ന് കയറ്റിവിടുകയായിരുന്നു. വീടിനുള്ളിൽ കയറിയ അക്രമികൾ രേഖ ശുചിമുറിയിലേക്ക് പോയപ്പോഴേക്കും വാതിൽ പുറത്തുനിന്ന് പൂട്ടി. തുടർന്ന് പുറത്തുണ്ടായിരുന്ന വൈദ്യയുടെ കണ്ണിലേക്ക് ബ്ലോച്ച മുളക് പൊടി വിതറി. പിന്നീട് ഇരുവരും ചേർന്ന് വൈദ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. പിന്നീട് ശുചിമുറിയിൽ പൂട്ടിയിട്ട രേഖയെ പുറത്തിറക്കി മരുമകളായ ഹേദൽ അവരെയും ശ്വാസം മുട്ടിച്ചു കൊന്നു. തുടർന്ന് ഇരുവരുടെയും മൃതശരീരങ്ങൾ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടക്കാതിരുന്നതോടെയാണ് ഇതൊരു കൊലപാതകമാണെന്ന സംശയത്തിലേക്ക് സഹോദരനെ എത്തിച്ചത്. വീട് വിൽക്കാൻ വൃദ്ധ ദമ്പതികൾ സമ്മതിക്കാത്തതാണ് ഇരുവരെയും കൊലപാതക ഗൂഢാലോചനയിലേക്ക് നയിച്ചത്. കടം വീട്ടാൻ കുടുംബ വീടും കടയും വിൽക്കാൻ പിതാവിനെ മകൻ നിരന്തരം നിർബന്ധിക്കുമായിരുന്നു. കൂടാതെ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങളും അവർ ആവശ്യപ്പെട്ടിരുന്നു. એ સોની દંપતીની હત્યા થયેલી તારીખ થોડા દિવસ પહેલાં એમાં એમના દીકરા અને વહુ એમણે મારી નાખી અને સળગાવી દીધેલું. જે સૌપ્રથમ તળાજા પોલીસ સ્ટેશન એડી દાખલ થઈ. જે એડીની તપાસ કરી અમે ફોરેન્સિક સાયન્સ લેબ PM કરાવેલ, FSLમાં મુદ્દામાં મોકલેલ. જેના તારણ રૂપે તપાસમાં એવું ફલિત થયેલ કે તેમના ગળું દબાવી અને હત્યા કરવામાં આવેલ છે અને ત્યારબાદ સળગાવી નાખવામાં આવેલ છે. જે આધારે અમે ફરિયાદ જે ભોગ બનનાર છે એમના જે મરણ જનાર લેડીઝના ભાઈની ફરિયાદ લઈ અને આરોપી વિરુદ્ધ ગુનો દાખલ કરે અને આરોપીને અટક કરે. പോലീസ് അന്വേഷണത്തിൽ വിമൽ കടബാധ്യതയിലാണെന്നും പണത്തിനായി മാതാപിതാക്കളെ പതിവായി ഉപദ്രവിച്ചിരുന്നതായും കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ കൊലപാതക സമയത്ത് മകനായ വിമൽ സംഭവസ്ഥലത്തില്ലായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. മാതാപിതാക്കൾ കൊല്ലപ്പെടുന്നത് തനിക്ക് കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞ വിമൽ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. വൈദ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അതേസമയം രേഖയുടെ ശ്വാസനാളത്തിൽ കരിയുടെ അംശം ഇല്ലാത്തത് തീപിടുത്തത്തിന് മുമ്പ് തന്നെ അവർ മരിച്ചിരുന്നു എന്നതിന്റെ സൂചനയുമാണ്. കൊലപാതകത്തിന് കൂട്ടുനിന്ന 2 പേരെ 6 മാസം മുൻപ് രാജ്കോട്ടിലെ ഒരു ബ്യൂട്ടി പാർലറിൽ വെച്ചാണ് ഹേദൽ പരിചയപ്പെടുന്നത്. അതായിരുന്നു ഈ ഗൂഢാലോചനയുടെ തുടക്കം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.